എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സുഡാപ്പികൾക്ക് ആഘോഷിക്കാനും അർമാദിക്കാനും പറ്റുന്നൊരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്ത എന്താണെന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി സംഘടനയായ, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ പോരാടുന്ന സംഘടനയായ ഹമാസ് ഇന്ത്യയിൽ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഹാപ്പി ആയില്ലേ സുഡാപ്പികളെ? കേരളത്തിലെ സുഡാപ്പികളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രഥമ പരിഗണന എന്താണെന്നറിയോ? ഈ ഹമാസ് ഇന്ത്യയിലിടാൻ വന്ന യൂണിറ്റിൻ്റെ അവരുടെ പ്രധാന ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2 ടാർഗറ്റാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുക. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, ഭാവി പ്രധാനമന്ത്രിയായി പരിഗണിക്കപ്പെടുന്ന യോഗി ആദിത്യനാഥിൻ്റെ തല ബിസ്മി ചൊല്ലി വെട്ടുക. ഈ 2 ടാർഗറ്റാണ് ഇവന്മാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് തള്ളാണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനാസ്പദമായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണ് POKയിൽ, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ ഹമാസിൻ്റെ ലീഡർ ഖാലിദ് അൽ ഖദൂമി എന്ന് പറഞ്ഞത്, അതായത് ഇറാനിയൻ പൗരനാണ്. ഇറാൻ്റെ കാര്യം നമുക്കറിയില്ല. ഇറാനാണ് ഈ ഹമാസിന് വേണ്ടി ഫണ്ടും ആയുധം എല്ലാം വെപ്പൺസും എല്ലാം കൊടുത്ത് സഹായിക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാനിൽ നിന്നാണ് ഈ ഹമാസിൻ്റെ പ്രതിനിധി ഖാലിദ് അൽ ഖദൂമി എന്ന് പറഞ്ഞ ആൾ POKയിൽ ജെയ്ഷെ ഇ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ, അതായത് കാശ്മീർ ഐക്യദാർഢ്യവും പിന്നെ ഹമാസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അത് POKയിലെ റാവൽകോട്ട് സ്റ്റേഡിയത്തിലായിരുന്നു നടന്നത്. ഏകദേശം 20,000 പേര് പങ്കെടുത്തു. അവിടെ 60,000 പേർ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു. അതിനകത്ത് 20,000 സുഡാപ്പികൾ പങ്കെടുത്തു. അപ്പോൾ അതിലാണ് ഈ ഹമാസിൻ്റെ ലീഡർ പങ്കെടുത്തത്. ഇതാദ്യമായിട്ടാണ് ഒരു ഹമാസ് ലീഡർ പാകിസ്ഥാനിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദിനെ നമുക്കറിയാം. ഇവർ രണ്ട് പേരുമാണ് ഇന്ത്യയുമായിട്ട് വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2001 പാർലമെൻറ്റ് ആക്രമിച്ചത് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ്. 2008 മുംബൈ അറ്റാക്ക് നടത്തിയതും അജ്മൽ കസം സംഘമൊക്കെ കയറി വന്നതും, മുംബൈയിൽ വന്നിട്ട് കൊളാബ സ്ട്രീറ്റിലൊക്കെ കയറി ചറവറാന്ന് വെടിവെച്ചില്ലേ, നമ്മുടെ താജ് ഹോട്ടലിലൊക്കെ കയറി അത്. പിന്നെ 2019 പുൽവാമ അറ്റാക്ക്, സൈനികരെ കൊലപ്പെടുത്തി, 19ഓളം സൈനികരെ കൊലപ്പെടുത്തിയില്ലേ. അപ്പോൾ ഇതൊക്കെ ഇവർ ചേർന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും. അപ്പോൾ അവർ ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമിലേക്കാണ് ഈ ഹമാസിൻ്റെ ലീഡർ പങ്കെടുത്തത്. അപ്പോൾ ഇതിന് ആസ്പദമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹമാസിൻ്റെ ലീഡർ ഉണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ ഇറാനിയൻ ഡെലിഗേറ്റ് ഡോക്ടർ ഖാലിദ് അൽ ഖദൂമി എന്ന് പറഞ്ഞ അയാളൊരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, പാകിസ്ഥാൻ ഞങ്ങളെ, അതായത് ഹമാസിനെ പാകിസ്ഥാനിലോട്ട് ക്ഷണിച്ചു. അതായത് അവിടെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ POKയിലേക്ക് ക്ഷണിച്ചു. അവരുടെ ഓപ്പറേഷൻ, ഹമാസിൻ്റെ ഓപ്പറേഷൻ POKയിൽ വ്യാപിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവർ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ POKയിൽ ഒരുപാട് ഗസ്റ്റ് ഹൗസിൽ, ഇപ്പോൾ വനവകുപ്പ് ഉണ്ടല്ലോ, അവിടുത്തെ POK വനം വകുപ്പ് ഒരുപാട് ഗസ്റ്റ് ഹൗസുകളും ഒക്കെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ. അത് ആ സമയത്ത് ചിലപ്പോൾ നെഗോഷിയേഷൻ നടന്നിട്ടുണ്ടാവാം ഈ ഹമാസായിട്ട്. അതായത് ആ സമയത്തെ ഹമാസിനെ പാകിസ്ഥാനിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ പണിയുമ്പോൾ POKയിൽ അവിടുത്തെ സർക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് ഈ POK എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ശരിക്കും യൂറോപ്പിനൊക്കെ വെല്ലുന്ന പ്ലേസാണ് ഈ POKയിൽ. ഈ കാശ്മീരൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷനാണ് POKയിലുള്ളത്. അതും കൂടി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. ടൂറിസം നമുക്ക് വേറെ ലെവലിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് യൂറോപ്പിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഈ സുഡാപ്പികളുടെ കയ്യിലായതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം മുന്നേ നെഗോഷിയേഷൻ നടന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇവർക്ക് വേണ്ടി ഹമാസിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹമാസിൻ്റെ ലീഡർ പറഞ്ഞു, പാകിസ്ഥാൻ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മുടെ ഓപ്പറേഷൻ അങ്ങോട്ട് വ്യാപിപ്പിക്കണമെന്ന്. അപ്പോൾ ഇതിനാസ്പദമായൊരു സംഭവം, ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ട്രംപ് അധികാരത്തിൽ വന്നില്ലേ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ ഗസ അമേരിക്കയുടെ ഒരു ചെറിയൊരു യൂണിറ്റായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ട്രംപ് ആധികാരികമായി പറഞ്ഞു, അവിടുത്തെ ഹമാസ് ഹോളികൾ സ്ഥലം വിട്ടോ, എവിടത്തേക്കെങ്കിലും വിട്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മുൻനിർത്തി പാകിസ്ഥാൻ, അപ്പോൾ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ട്രംപ് പറഞ്ഞല്ലോ, അതായത് ഇനി അമേരിക്ക ആയിരിക്കും ഈ ഗസയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേസമയം തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാൻ അവിടുത്തെ ഹമാസോളികളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു, പാകിസ്ഥാനിലേക്ക്. ശരിക്കും എന്താ ചെയ്യേണ്ടത്, ഇവന്മാർ അവിടുത്തെ സാധാരണ ജനങ്ങളും കൂടി അങ്ങോട്ട് വിളിക്കണ്ടേ? അതിന് പകരം ഹമാസ് തീവ്രവാദികൾ മാത്രമാണ് പാകിസ്ഥാൻ വെൽക്കം ചെയ്തത്, അത് അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാനിൽ ഇപ്പം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആൾക്കാരെ കിട്ടുന്നില്ല. കാശ്മീരിലൊക്കെ കാണുന്നില്ല, കാശ്മീരൊക്കെ ശാന്തമായി. അവിടെ കേന്ദ്ര സർക്കാർ കോടികളുടെ ഇപ്പോൾ പ്രൊജക്റ്റുകളാണ് കൊണ്ടുവന്നത്. ടൂറിസം, അത് ഇപ്പോൾ ലുലു മാൾ വരെ തുടങ്ങി. അവിടെ തിയേറ്റർ ഓപ്പൺ ചെയ്തു, എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നു, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും ഈ ടൂറിസം ഡെവലപ്പ് ആയതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ജോലി. ടൂറിസവുമായി ബന്ധപ്പെട്ട് എത്ര ആൾക്കാർക്കാണ് ഇപ്പം പൈസ കിട്ടുന്നത്? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കാശ്മീരിലായിരുന്നു. എല്ലാ ആൾക്കാരും, കേരളത്തിൽ നിന്ന് എത്ര ആൾക്കാർ പോയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാശ്മീർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നായിരിക്കും.
അത് എന്താ പറയുക, ഈ BJP വിട്ട് കോൺഗ്രസിൽ പോയ സന്ദീപ് വാര്യർ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം പോകുന്നത് കേരളത്തിൽ നിന്നാണ് കാശ്മീരിലേക്ക്. ആൾക്കാർ ഇവിടുന്ന് ബൈക്കായിട്ട് പോകുന്നത് അത്രയും സേഫ്റ്റിയാണ്. എന്തായാലും നമുക്കറിയാം, കുറച്ച് വർഷം മുന്നേ ഈ രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയി മഞ്ഞിൽ നിന്ന് കളിക്കുന്നുണ്ടല്ലേ, ചെന്നിത്തല, മറ്റേ രാഹുൽ ഗാന്ധി, അവരുടെ ടീമെല്ലാം ഈ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്രയും സേഫ്റ്റിയിൽ അത്രയും അവിടെ എൻജോയ് ചെയ്യണമെങ്കിൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ആരായിരുന്നു കാരണക്കാരൻ? ഈ നരേന്ദ്രമോദിയായിരുന്നു കാരണക്കാർ. അതായത് നമുക്കറിയാം, മുമ്പ് സൈന്യത്തിനെതിരെ ഒരു കല്ലെറിഞ്ഞാൽ 150 രൂപ കിട്ടും, അതായത് അവിടുത്തെ ആൾക്കാർക്ക്. അങ്ങനെയാണ് ഇവന്മാർ ഇവിടുത്തെ സൈന്യത്തിന് കല്ലെറിയുന്ന പരിപാടി. അപ്പോൾ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന, എന്താ പറയുക, ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ആൾക്കാർക്ക് ഒരു തവണ ഒരു ഏറിന് 150 രൂപ വെച്ചായിരുന്നു അന്ന് തീവ്രവാദികൾ, ഈ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദ് ആൾക്കാരൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ, അതിനുശേഷം അപ്പോഴും സംഭവം ഉണ്ടായില്ലേ, നിരന്തരം കല്ലേറുണ്ടായി. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഈ ഒരാൾ പിടിച്ച് കെട്ടിയിട്ട് ജീപ്പിന് പട്ടാള ജീപ്പിൻ്റെ മുന്നിൽ കെട്ടിയിട്ട് പോയി, ഒരാളും കല്ലെറിയാൻ നിന്നില്ല. അതിനുശേഷം കുറേ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ എന്തൊക്കെ ബഹളമുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ എന്തോരം ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതായത് ഭയങ്കര കൊടിയ മനുഷ്യാവകാശ ലംഘനം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു. അതിനുശേഷം കല്ലേറ് നിന്നില്ലേ. അപ്പോൾ അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ഓരോരോ പ്രൊജക്റ്റുകൾ കൊണ്ടുവരികയും അവിടുത്തെ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യുകയും ആ ടൂറിസം ഇന്ത്യയുടെ എന്താ പറയുക GDP-യിലേക്ക് വലിയൊരു ശതമാനം ഒക്കെ സംഭാവന ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നു. ഇപ്പോൾ എല്ലാം, അതായത് കാലാവസ്ഥ ഭേദമന്യേ എല്ലാവരും വരികയാണ്, എല്ലാം. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അങ്ങനെ മാസങ്ങൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ സമയത്തും ഇപ്പോൾ ആൾക്കാർ ടൂറിസ്റ്റുകളുടെ പ്രവാഹം തന്നെയാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്തായി, എല്ലാവർക്കും ജോലി കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ വന്നപ്പോൾ എന്താ പറയുക, ഇവർക്കൊക്കെ ജോലി കിട്ടാൻ തുടങ്ങി. ടാക്സി, ഹോട്ടൽ, ഇത് ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ആയി. അപ്പോൾ കല്ലെറിയാൻ ആളെ കിട്ടാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാനിൽ നിന്നും ആളെ കിട്ടാത്ത അവസ്ഥയായി. ഇന്ത്യക്കെതിരെ പോരാടാൻ പാകിസ്ഥാനിൽ നിന്നും ആളെ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലാക്കോട്ട് അറ്റാക്കൊക്കെ ഉണ്ടല്ലോ, സർജിക്കൽ സ്ട്രൈക്കൊക്കെ. അതായത് ഒരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം കൊടുക്കുന്ന രീതിയിലേക്കായി കാര്യങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ് അത്രയും സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിക്കെതിരെ. അപ്പോൾ ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ് ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കെതിരെ പോരാടാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ആൾക്കാരെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ POK-യിലേക്ക് ഈ ഹമാസോളികളെ ക്ഷണിച്ചത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഹമാസിന് ഭയങ്കര ഇതുണ്ട്, അതായത് ഇവന്മാർ തുരങ്കമൊക്കെ സൃഷ്ടിക്കും, എത്രയോ കിലോമീറ്ററുകൾ തുരങ്കങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ടീമാണ്. അപ്പോൾ അവന്മാർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം POK-യിൽ കൊണ്ട് അവന്മാരെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടുന്ന് ഒരു തുരങ്കമുണ്ടാക്കി, എന്താ പറയുക, കാശ്മീരിൻ്റെ ഡൽഹിയിലേക്ക് വേണമെങ്കിൽ അവന്മാർ തുരങ്കം ഉണ്ടാകും. അമ്മാതിരി ടീമാണ് ഈ ഹമാസോളികൾ. തുരങ്കമാണ് സാറേ ഇവന്മാരെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയായിരിക്കും പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും ഒരു യൂണിറ്റ് തുടങ്ങാൻ അവർ പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കേരളത്തിലെ ഹമാസോളികളായിരിക്കും, കേരളത്തിലെ സുഡാപ്പികളായിരിക്കും, കേരളത്തിലെ മുസ്ലിം ലീഗുകാരായിരിക്കും. എല്ലാം ഒന്ന് തന്നെ, എന്നാലും പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അത് പറയാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒക്ടോബർ 7-നാണ്, കഴിഞ്ഞ 2 വർഷം മുന്നേ ഒക്ടോബർ 7-നാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് വലിഞ്ഞു കയറി വന്ന് ഒരു മ്യൂസിക് കൺസേർട്ടിനിടയിൽ എല്ലാവരും ചറപറ വെടിവെച്ച് വന്ന് 600 പേരെ സ്പോട്ടിൽ തട്ടിയവന്മാർ. അതിൻ്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. ദൈവമേ, അതൊന്നും കാണാൻ പറ്റില്ല, ചങ്ക് തകർന്ന വീഡിയോകളായിരുന്നു അന്നൊക്കെ. അപ്പോൾ ഇവന്മാർ വന്ന് എല്ലാ വീടുകളിലൊക്കെ കയറി കാണുന്നവരൊക്കെ വെടിവെച്ച് കൊന്ന് ഒക്ടോബർ 7. അപ്പോൾ ഇതൊന്നും ആരും ചർച്ച ചെയ്തില്ല. അതിനുശേഷം ഇസ്രായേൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ട് എല്ലാവന്മാർ ശരിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇവിടെ മെഴുകുതിരിയായി, ചാനൽ ചർച്ചയായി, അടുപ്പുകൂട്ടി ചർച്ചയായി, ഐക്യദാർഢ്യമായി. എന്താ പറയണ്ടേ? അത് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പല പ്രോഗ്രാമിലും ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ പോലും ഉയർന്നു. ഈ മുസ്ലിം ലീഗിനെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ ഭയങ്കര വൈറ്റ് വാഷ് പുട്ടിയിട്ട് അടിച്ചു കൊടുക്കുന്നത്. അവന്മാരുടെ പ്രോഗ്രാമിലാണ് ഹമാസിൻ്റെ ടോപ്പ് ലീഡറായ ഖാലിദ് മാഷൽ എന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ കോൺഫറൻസ് വഴി അവിടെ പങ്കെടുത്ത മീറ്റിങ്ങിൽ. എന്നിട്ട് ആ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഈ ഖാലിദ് മാഷൽ എന്ന് പറയുന്ന ടോപ്പ് കമാൻഡർ ഹമാസിൻ്റെ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുള്ള കേരളത്തിലായിരിക്കും ഹമാസ് ഇന്ത്യയിൽ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവന്മാർ. ആ ഒരു യൂണിറ്റ് ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയായിരിക്കും ഇനി എല്ലാവന്മാരും. ഒരു പ്രഥമ പരിഗണന ഞാൻ പറഞ്ഞില്ലേ, അതായത് കാശ്മീർ മോചിപ്പിക്കുക, യോഗിയെ ബിസ്മി ചൊല്ലി യോഗിയുടെ തല വെട്ടുക. അങ്ങ് ചെന്നാൽ മതി ഉത്തർപ്രദേശിലോട്ട്, ബാക്കി കാര്യം യോഗി കൈകാര്യം ചെയ്തോളും. യോഗിയുടെ ഇതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. എല്ലാവന്മാരും ഹൂറിഫൈ ചെയ്യും യോഗി. എഴുതി വെച്ചോ, എല്ലാവന്മാരെയും ഹൂറിഫൈ ചെയ്യും യോഗി. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. ഹമാസ് ഇന്ത്യയിൽ യൂണിറ്റ് ഇട്ടിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതിന് നമുക്ക് കാത്തിരിക്കാം. കേരളത്തിലെ സുഡാപ്പികളുടെ ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.